ഹല്ലേലൂയ. വലതുകരത്തിൽ സന്തോഷത്തോടെ ഒന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് ആനന്ദത്തോടെ പറയാമോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മുടെ സമീപത്തേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഈ നല്ല രാത്രിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വലതുകരത്തിൽ നമുക്കൊന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഇല്ലാത്ത ആരുമില്ല. അനേകർ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. അവർ അതുകൊണ്ട് ജീവിതത്തെ ഭാരത്തോടെ കാണുന്നു, ജീവിതത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവർ ചിന്തിക്കുന്നു അവരുടെ ജീവിതത്തിലെ നഷ്ടം എന്നേക്കുമായിട്ടുള്ളൊരു നഷ്ടപ്പെടലാണ്, ഇനി അതൊന്നും എൻ്റെ ജീവിതത്തിലേക്കോ എൻ്റെ കുടുംബത്തിലേക്കോ മടങ്ങി വരില്ല. പ്രിയമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവരെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിൽ എത്തിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം പറയാണ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. എല്ലാവരുടെയും അധ്വാനം ആരംഭിച്ചപ്പോൾ ഈ മനുഷ്യൻ, ഈ വ്യക്തി ഒരുപക്ഷെ ഉറങ്ങിപ്പോയി. ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും സമയം കഴിഞ്ഞു, സാഹചര്യം നഷ്ടപ്പെട്ടു. അധ്വാനിക്കാനുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഒടുവിലാണ് ഉണർന്നത്. മുമ്പോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച, മുമ്പിൽ ഉണർന്നവരെല്ലാം അധ്വാനവും ശേഖരണവും കഴിഞ്ഞു. ഇനിയുള്ളത് കാല പെറുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ കാല പെറുക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ പറയാണ്, കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. വലതുകരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം ദൈവത്തിന് തിരികെ തരാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ ദൈവത്തിന് തിരികെ തരാൻ പറ്റും. പ്രിയമുള്ളവരെ, ഒരു ദൈവിക മനുഷ്യൻ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിലെ ഉയർച്ച ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവമാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്, സാഹചര്യങ്ങളല്ല, നിന്റെ സമ്പത്തല്ല, നിന്റെ വ്യക്തിബന്ധങ്ങളല്ല. മറിച്ച് ഇവയെല്ലാം നിനക്കെതിരാണെങ്കിലും നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്താൻ പറ്റും. അതുകൊണ്ടാണ് പ്രഭാഷകൻ 33:16 പറഞ്ഞത്, കർത്താവിൻ്റെ അനുഗ്രഹം ഒടുവിലായിരുന്നവനെ മുൻപന്തിയിലെത്തിക്കുന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നിന്റെ അധ്വാനത്തെ മാനിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. വിശ്വാസത്തോടെ വലത് കരമുയർത്തിന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാറൂക്ക് പ്രവചനം 4:21, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ പരാജയപ്പെട്ട് പുറകോട്ട് പോയൊരു മനുഷ്യനോട് ദൈവം പറയാണ്, എൻ്റെ മകനെ, മകളെ, ഈ രാത്രി നീ ധൈര്യത്തോടെ ഇരിക്കുക, ഈ രാത്രി ധൈര്യത്തോടെ നീ ഇരിക്കുക. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ വിമോചിപ്പിക്കും. വിശ്വസിച്ച് വലതുകരുതെന്ന് പറയാമോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്? ആരാണ് ശത്രുകരങ്ങൾ നമ്മൾ വിടുവിക്കുന്ന ദൈവം? ആരുടെ മുമ്പിലാണ് നമ്മൾ നിലവിളിക്കേണ്ടത്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നില്ലേ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പറയാണ്, നീ കർത്താവിൻ്റെ നാമം വിളിക്കണം, യേശുവിൻ്റെ നാമം വിളിക്കണം. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന്, അവൻ്റെ ശക്തിയിൽ നിന്ന് യേശു നിന്റെ ജീവിതത്തെ വിടുവിക്കുന്നവനാണ്. വിശ്വസിച്ച് വലതുകരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യ രക്ഷയ്ക്കായി മനുഷ്യരുടെ ഇടയിൽ
മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആ ഏക നാമമാണ് യേശു. ഈ രാത്രിയിൽ ആ നാമത്തോട് നമ്മൾ ചേർന്നിരിക്കണം. യേശു നാമത്തോട് നമ്മൾ ചേർന്നിരിക്കണം. യേശു നാമത്തോട് നമ്മൾ ഐക്യപ്പെടണം. ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. യേശുവിനോട് ചേർന്നിരിക്കുന്നവർ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. യേശുവിനോട് ചേർന്നിരുന്നവർ സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. യേശുവിനോട് ചേർന്നിരുന്നവർ വലിയ സൗഖ്യ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ എനിക്കും നിനക്കും ആശ്രയിക്കാൻ ഒരു നാമം മാത്രമേ ഉള്ളൂ, യേശു നാമം. ആ നാമത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുക. ഒന്ന് കണ്ണുകളൊന്നടയ്ക്കാം, ഒന്ന് കണ്ണുകളൊന്നടച്ച് നമ്മുടെ ജീവിതത്തെ യേശുവെന്ന അത്ഭുത നാമം, ആ അതിശയകരമായ നാമം, ആ ശക്തമായ നാമം, ആ നാമത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുക. പ്രിയമുള്ളവരെ, നിന്റെ പാഴായ പോയ അധ്വാനത്തെ ഓർത്ത് ഈ രാത്രിയിൽ ആരെങ്കിലും നെടുവേർപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കർത്താവാണ് നിനക്കൊരു ഉയർച്ച നൽകുന്നത്. നിന്റെ പരാജയങ്ങളെ അവൻ വിജയങ്ങളാക്കി മാറ്റും. നിന്റെ കണ്ണുനീരിനെ അവൻ ആനന്ദമാക്കി മാറ്റും. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രണ്ട് കരമൊന്ന് ഉയർത്തുക. ആ ദൈവസന്നിധിയിലേക്ക് ഇരു കരമൊന്ന് ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ കുടുംബത്തിൽ, ഭവനത്തിൽ, വിവിധ മീഡിയയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പൊന്നോമനെ, ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ കരമൊന്ന് ഉയർത്താമോ? നിന്റെ ജീവിതത്തിൽ നിന്ന് സമർപ്പിച്ചു കൊടുത്തേ, നിന്റെ ജീവിതത്തിൽ നിന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഏറെ പിറകിൽ നിൽക്കുന്ന, ഏറെ പരാജയത്തിന്റെ കണ്ണുനീര്, കൈപ്പേറിയ കണ്ണുനീര് കുടിച്ച തളർന്നു പോയ നിന്റെ ജീവിതത്തെ അനുഗ്രഹത്തിലൂടെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവത്തോടാണ് നീ ചേർന്നിരിക്കുന്നത്. ആ നാമത്തിന്റെ പേരാണ് യേശു. ആ നാമത്തിന്റെ പേരാണ് യേശു. ആ രക്ഷാകര നാമത്തെ ഇരു കരമുയർത്തി ദൈവത്തെ വിളിക്കുക. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച്, യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ. ഈശോയേ ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയേ. ഈശോയേ ഈശോയേ, ഞങ്ങളുടെ സകല അനുഗ്രഹത്തിന്റെ ഉറവിടമേ, സ്വർഗീയ ഉറവേ, സ്വർഗീയ ഉറവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഒന്നെഴുന്നേറ്റ് നിൽക്കാമോ? ഒന്നെഴുന്നേറ്റ് നിന്ന് യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. സത്യമല്ലേ പ്രിയരേ? അവന് വേണ്ടി ജീവിക്കും. താളത്തിലൊന്ന് കരങ്ങളൊക്കെ അടിച്ച് നമ്മൾ ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച്, യേശുവോട് ചേർന്നിരിപ്പതാണ് എൻ്റെ ആനന്ദം, യേശുവിനായി ജീവിക്കുന്നതാണ് ഈ മനുഷ്യകുലത്തില്, മാനവരാശിയില് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവും എന്ന് പറയുന്നത്. ആ ബോധ്യത്തോടെ കരങ്ങളൊക്കെ നടിച്ച് വലിയ ആനന്ദത്തോടെ നമുക്ക് പാടിയൊന്ന് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ചേർന്ന് പാടാമോ? യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. ആശ തന്നോടെന്നും
വാഞ്ചിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പാപം ഏറ്റെടുത്ത കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിയുടെ മധ്യ തൂക്കപ്പെട്ടവൻ. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. നമ്മളെ സ്നേഹിച്ച ദൈവം നമ്മുടെ പാപ പരിഹാരമായി മാറിയവൻ. 2 കരങ്ങളും അവൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. എൻ്റെ പാപം ഏറ്റെടുത്ത ദൈവം, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, എൻ്റെ പാപത്തിൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയവനെ, എൻ്റെ ഈശോയെ. ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പാപ പരിഹാരമായവനെ, ഞങ്ങളുടെ പാപത്തെ സ്വന്തം ശരീരത്തിലേക്ക് ശിക്ഷ വഹിച്ചവനെ, ഞങ്ങളെ രക്ഷിച്ച ദൈവമേ, പാപത്തെ ഞങ്ങളെ വീണ്ടെടുത്തവനെ, ആരാധിക്കുന്ന ദൈവമേ, ആരാധന ആരാധന. കരങ്ങൾ താളത്തിലടിച്ച് വീണ്ടും ചേർന്ന് പാടാം. പോക്കിയന്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, സോ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നു സാധിക്കൂ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് ഒതുക്കെ കരമടിച്ച് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, പ്രിയമുള്ളവരെ, നമുക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ അവനായിരിക്കുന്നിടത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്ന കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കി, ഒരു ഭവനമൊരുക്കി കാത്തിരിക്കുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കൂടെ ഈ ഭൂമിയിൽ വസിക്കുവാൻ വിളി കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ആ കർത്താവിനെ വീണ്ടും പാടി കരമടിച്ച് സന്തോഷത്തോടെ നമുക്ക് വീണ്ടും ചേർന്ന് പാടി ആരാധിക്കാം. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം
ഉയർത്തിയടിച്ച് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. 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 രണ്ട് കരമുയർത്തി യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? എന്റെ യേശുവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയോട് ചേർന്നായിരിക്കാൻ ഞങ്ങൾക്ക് നൽകിയ വിളിയെ ഓർത്ത്, ഭാഗ്യത്തെ ഓർത്ത്, കൃപയോർത്ത് നന്ദി ദൈവമേ. ആരാധന ആരാധന ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ, അങ്ങയെ അറിയാൻ സാധിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദി അങ്ങയുടെ സഹായിക്കാൻ പറ്റുന്നത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈശോയെ, ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈശോയെ നന്ദി, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. രണ്ട് കരമൊന്ന് നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കി ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് നിന്ന് കൊടുക്കുക പ്രിയരെ. ഒരു പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സങ്കടമുണ്ടാകാം, ഒത്തിരി വേദനയോടുകൂടിയായിരിക്കാം ഈ രാത്രിയെ നീ നോക്കിക്കാണുന്നത്. ജെറമിയ 31:9 കർത്താവ് അരുളി ചെയ്തിട്ടില്ലേ, അവർ കണ്ണീരോടെയാണ് വരുന്നത്, ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ഈ രാത്രി ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് അനേകരെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, അവർ കണ്ണീരോടെയാണ് വരുന്നത്. അവിടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സങ്കടം ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ കണ്ണുനീര് അവർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ഭാരം, പ്രയാസം, നൊമ്പരം എല്ലാം ഈശോ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവയൊക്കെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒന്ന് കൊടുത്ത് ഈശോയ്ക്ക്. എബ്രായലേഖനം 13:5 പറയുന്നില്ലേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഒത്തിരി തിരസ്കരണത്തിൻ്റെ, അവഗണനയുടെയും മാറ്റി നിർത്തലിൻ്റെയും ചെറുതാക്കലിൻ്റെയും നൊമ്പരം നിൻ്റെ ഹൃദയത്തിലുണ്ടോ? ഒരു സങ്കടം തളം കെട്ടി കിടപ്പുണ്ടോ? ഒരു കണ്ണുനീർ കാരണം ഇപ്പോൾ നിന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടോ? യേശു അത് കാണുന്നു പ്രിയരെ, യേശു അത് അറിയുന്നു. എല്ലാവൻ്റെ കരങ്ങളിലൊന്ന് കൊടുക്കുക. നിന്റെ കണ്ണുനീരൊരു ആരാധനയായിട്ട് ഉയരണം, നിന്റെ സങ്കടം ഒരു ആരാധനയും മാറണം. കണ്ണുനീരിൽ ആരാധിച്ചവർ സ്വർഗത്തിൻ്റെ വഴി അവർ കണ്ടുമുട്ടി. കണ്ണുനീരിൽ നിലവിളിച്ചവർ ദൈവത്തിൻ്റെ വഴി അവരുടെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. ഈ രാത്രി ഒരു മാറ്റത്തിൻ്റെ രാത്രിയാണ്. നിന്റെ ജീവിതത്തിൻ്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു മാറ്റമുളവാകുന്ന ഒരു ദൈവ പ്രവൃത്തി നടക്കുന്ന ഒരു രാത്രി. അതുകൊണ്ട് ഇന്നലെ വരെ നിന്റെ കണ്ണുനീര്, നിന്റെ തകർച്ചകളിൽ നിന്റെ മനം ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മനത്തെ ഉയർപ്പിച്ചു നിർത്തുവാൻ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒന്ന് കണ്ടേ, ഈശോയെ ഒന്ന് കണ്ടേ, അകക്കണ്ണിലൊന്ന് കണ്ടേ, കണ്ണുകളുടെ ചുൾക്കണ്ണിൽ അവനൊന്ന് കണ്ടേ. നീ കുടുങ്ങിക്കിടക്കുന്ന മുള്ളുകളിലേക്ക്, ഇടയിലേക്ക് വന്നിരുന്ന് നിന്റെ ശരീരത്തിലേറ്റ മുള്ളുകളെ പറിച്ചു മാറ്റി
തോളിൽ വഹിക്കുന്ന ഒരു കർത്താവ് നിന്റെ സങ്കട രാവുകളെ അനുഗ്രഹത്തിന്റെ രാവാക്കി മാറ്റുന്നൊരു ദൈവം. ആ ഈശോയെ നോക്കി ഹൃദയം തുറന്നൊന്ന് പാടാമോ? കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞ ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. നീ വരണം ഈശോ, നീ വരണം കർത്താവേ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് പാടാമോ? ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവമേ, എൻ്റെ കണ്ണുനീരിൽ അങ്ങൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാനങ്ങെ കാണുവാൻ എൻ്റെ കരങ്ങിയ മിഴികളുടെ കാഴ്ചകൾ മറയ്ക്കുമ്പോഴും അങ്ങൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഈശോ. കൂരിൽ പാതയിൽ ഞാൻ സഞ്ചരിപ്പോഴും ക്രൂരമായ ശോധനയിലൂടെ കടന്നുപോയപ്പോഴും കർത്താവേ അങ്ങൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാനങ്ങെ സംശയിച്ചല്ലോ, ഞാനങ്ങെ തിരിച്ചറിഞ്ഞല്ലോ ഈശോയെ. ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാൻ ചേർന്ന പടമോ കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാൻ. രണ്ട് കരമേർത്തുന്ന പാടാമോ? നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ
വെറുപ്പിൻ്റെയും പ്രതികാരാഗ്നിയിലും നിന്റെ ജീവിതം നീറിപ്പുകഞ്ഞ നാളുകളില്ലേ? തോരാ കണ്ണുനീരിലൂടെ കടന്നുപോയ ദിനരാത്രങ്ങൾ, അതൊന്നോ രണ്ടോ ദിനമല്ല, ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീ തോരാ കണ്ണുനീരൊഴുക്കുന്ന വ്യക്തിയാണോ? രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്ക്. രണ്ട് കരമൊന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആദരം തുറന്നവനെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അടയ്ക്കപ്പെട്ട ഇരുമ്പറകളിലേക്ക് നിന്റെ ശക്തി അയക്കണമേ. മരുഭൂമി അനുഭവങ്ങളിലേക്ക് വരണമേ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടയപ്പെട്ട വിശ്വാസത്തോടെ പാടിക്കും. രണ്ട് കരമുയർത്തി നമുക്ക് പ്രഖ്യാപിക്കാം, എൻ മനമിളകില്ല. നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ചേർന്ന് പാടാമോ? ഈശോയെ, നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി എന്നെ ഹൃദയം ദാഹിക്കുന്നു. ദാഹിച്ച് വലഞ്ഞ വ്യക്തിയാണ് ഞാൻ കർത്താവേ. ഈ ലോകത്തുനിന്ന് പാനം ചെയ്തതൊന്നും എനിക്കൊരു ആശ്വാസം പ്രദാനം ചെയ്യില്ല. അതെൻ്റെ ദാഹത്തെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ കർത്താവേ. എന്നാൽ അങ്ങിൽ നിന്ന് പാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങിൽ നിന്ന് ഞാൻ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെ തീർക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ദാഹത്തെ തീർക്കുവാൻ കർത്താവേ നീ എന്നിലേക്ക് വരണമേ. ഈശോയെ, എൻ്റെ ദാഹങ്ങളിലേക്ക് വരണമേ കർത്താവേ. വരണമേ ഈശോ, പ്രാർത്ഥിക്കുന്നത് ഇരുകരങ്ങളും ഉയർത്തി കൂടി പാടുന്നു. നിന്നോടു കൂടെ
ചെങ്കടലിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണ് നമ്മൾ പലരും. മറുകര കിടക്കാൻ ഒരു വഴി കാണാതെ തളർന്നു പോയവരാ. എന്നാൽ ചെങ്കടൽ വിഭജിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയരെ. ഈ രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും പാടി അവനെ ആരാധിക്കാം. ചെങ്കടൽ തീരമതിൽ ഓ ദാസ് നിന്ദാസർ കേണതുപോൽ സംഗീതം ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. ചേർന്ന് പാടാം. ചെങ്കടൽ തീരമതിൽ നിന്ദാസ് നിന്ദാസർ കേണതുപോൽ നിന്റെ ചങ്കിന് നേരെ വരും. ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. ഇരുകരങ്ങളും ഉയർത്തി വീണ്ടും പാടുന്നു. എൻ നിന്മനമിൽ നിന്നോട് കൂടെ യേശുവുണ്ട്. ചേർന്ന് പാടിക്ക്. എന്നോട് കൂടെയെന്നും യേശുവുണ്ടല്ല അന്ത്യം വരെ. രണ്ട് കരമുയർത്തി നമുക്ക് പ്രഖ്യാപിക്കാം. എൻ മനം ഇളകുകില്ല കർത്താവേ, എൻ മനം പതറുകില്ല. എന്നോട് കൂടെയെന്നും യേശുവുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ഒന്ന് ആരാധിക്കാമോ യേശുവിനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എൻ്റെ ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ദൂരത്തെന്ന് പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പാദ്രിയോ പിയോ ഇങ്ങനെ പറയുന്നുണ്ട്: സ്വർഗം എനിക്ക് തന്ന ഒരായുധമാണ് പരിശുദ്ധ ജപമാല. സ്വർഗം എനിക്ക് തന്ന ഒരായുധമാണ് പരിശുദ്ധ ജപമാല. അമ്മയോട് ചേർന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ഈ ആയുധം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ വലിയ ചലനങ്ങളും മാറ്റങ്ങളും ഈ പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യമാകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം.
ചേരുന്നു ഞാൻ. ഉള്ളം കയ്യിൽ ജപമാലയും ഉള്ളിനുള്ളിൽ നെടുവീർപ്പുമായി കുരിശിനെ നോക്കി ക്രൂശിതനെ നോക്കി അമ്മേ നിന്നോടു കീഴുന്നു ഞാൻ. അമ്മേ നിന്നോടു ചേരുന്നു ഞാൻ. അമ്മേ നിന്നോടു കീഴുന്നു ഞാൻ. അമ്മേ നിന്നോടു ചേരുന്നു ഞാൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ഒന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തുന്ന ദിവ്യരഹസ്യം ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവേ, അവിടുത്തെ പാടുപീടുകളെക്കുറിച്ച് ഓർത്ത് ആ ഗെത്സമനയിൽ അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തമായി നിലത്ത് വീഴുന്നത് ഞങ്ങൾ ധ്യാനിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് ദുഃഖങ്ങളും നൊമ്പരപ്പാടുകളുമുണ്ട്. ഒരുപാട് പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങ് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും എല്ലാം ഇപ്പോൾ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധത്തിലും ഒത്തിരി തകർച്ചകളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ മുറിപ്പാടുകളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആർക്കും മനസ്സിലാകാത്ത വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങളെ അലട്ടുന്നുണ്ട്. ഈശോയെ, അവയെല്ലാം ഞങ്ങളിപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ ഈശോ ഇപ്രകാരം പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുന്ന് ഇപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന്.
ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇപ്പോഴവിടുന്ന് ഞങ്ങളെയും മഹത്വപ്പെടുത്തണമേ. അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇപ്പോഴവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തെയും മഹത്വപ്പെടുത്തണമേ. എല്ലാ വിധത്തിലുള്ള തകർച്ചകളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന വിധം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കായിട്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യപോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികൾ അടിക്കപ്പെട്ടുവെന്ന് നമുക്ക് ധ്യാനിക്കാം. ഈശോയെ, അങ്ങ് ശരീരത്തിലേറ്റ കഠിനമായ വേദനകൾ ഞങ്ങൾ ഈ സമയങ്ങളിൽ ധ്യാനിക്കുന്നു. ഈശോയെ, എത്രയോ ആഴപ്പെട്ട മുറിവുകളാണ് അങ്ങയുടെ ശരീരത്തിലുണ്ടായത്. ഇതെല്ലാം അങ്ങ് സഹിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശോയെ. അതിനോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയത്തിൽ ആനന്ദം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. ഒത്തിരി ഉത്കണ്ഠയിലും ആകുലതകളിലും കഴിയുന്ന എല്ലാ മനുഷ്യരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ ജീവിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോയവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, അങ്ങ് അനുഭവിച്ച ഈ കഠിന വേദനകളോട് ചേർത്ത് ഹൃദയത്തിൽ ഇടിഞ്ഞുപോയ, മനസ്സ് മടുത്തുപോയ, ഹൃദയശാന്തതയില്ലാത്ത, ദൈവം നൽകിയ
സമാധാനം അനുഭവിക്കാൻ കഴിയാതെ പോയ എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ രഹസ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന ദിവരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടവും ശിരസിലണിഞ്ഞ് ഏറ്റവും അപഹാസ്യനായി നിൽക്കുന്ന ഞങ്ങളുടെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളെ അങ്ങേക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിയിലൂടെ, ഞങ്ങളുടെ ചിന്തകളിലൂടെ, ആലോചനകളിലൂടെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അവിടുത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ഈശോയെ, ഈ സമയങ്ങളിൽ ഞങ്ങളുടെ ഇളം തലമുറകളെ അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ കർത്താവെ അവിടുന്ന് കരുണയോടെ നോക്കണമേ. ഭയാനകമായ ഈ ലോകത്തിൻ്റെ പാപം ഏൽക്കാതെ അവിടുന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർ സർപ്പത്തെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി ജീവിക്കേണ്ടതിന് അവിടുത്തെ സ്വർഗീയമായ സംരക്ഷണം നൽകി അവിടുന്ന് അവരെ കാത്തുകൊള്ളണമേ. അവിടുത്തെ വചനത്താൽ അവിടുന്ന് അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ യുവജനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അമ്മയെ അവിടുന്ന് ഈശോയെ വളർത്തിയതുപോലെ പ്രായത്തിലും ജ്ഞാനത്തിലും
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുഗണമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായവരെയും സ്വർഗ്ഗത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികവും അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈശോയെ, അങ്ങയുടെ ചുമലിൽ അവിടുന്ന് കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ അങ്ങ് അനുഭവിച്ച വേദന ഞങ്ങൾ ഈ സമയങ്ങളിൽ ധ്യാനിക്കുന്നു. ഈശോയെ, ആ വേദനയോട് ചേർത്ത് ഈ നിമിഷങ്ങളിൽ സാമ്പത്തികമായി ക്ലേശിക്കുന്ന, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഓരോ ഞെരുക്കങ്ങൾ ഞങ്ങൾ ഈ സമയങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യ കാര്യങ്ങൾക്ക് കൂടി സമ്പത്തില്ലാതെ പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഈശോയെ അങ്ങ് അനുഭവിച്ച ആ വേദനയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റാരും പലപ്പോഴും ഞങ്ങൾക്ക് പറയാനില്ലെങ്കിലും ഈശോയെ ഞങ്ങളതെല്ലാം അങ്ങയോട് പറയുന്നു. കർത്താവേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് പറയാൻ മറ്റാരുമില്ല. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഞെരുക്കങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം ഈശോയെ അങ്ങ് അനുഭവിച്ച ഈ കുരിശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദേവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ദിവസം ധ്യാനിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി മൂന്നാണികളാൽ തൂക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടക്കുന്ന ഞങ്ങളുടെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പ്രത്യേകമായിട്ടും ഈ സമയങ്ങളിൽ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, ക്ലേശങ്ങൾ, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേദനകൾ, ദൈവമേ, എല്ലാം അവിടുന്ന് കാണണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ വേദന മൂലം നിലവിളിക്കുമ്പോൾ ഈശോയെ അങ്ങ് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗഭയം മൂലം വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന അവസ്ഥകളെല്ലാം ഈശോയെ ഈ സമയങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാവിധത്തിലും മാരകമായ രോഗങ്ങളിൽ കഴിയുന്നവർ, വേദന അനുഭവിക്കുന്നവർ, പല വിധത്തിലുള്ള രോഗാവസ്ഥകളിലൂടെ കഴിയുന്നവർ എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്കുള്ളത്? വേദനയോടെ നിലവിളിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം സമർപ്പിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ,
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കൃത്യങ്ങളോടൊന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനുമാതാവേ, രക്ഷകനൂരീരംബികയേ, പ്രാർത്ഥിക്കണമേ.
മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശുദ്ധയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായകയേ, ദൈവികമാം കനിനീർ സുലഭേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വലോകത്തിൻ ദ്വാരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമേന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.